Our fourth and last module is about a poem, Night of the Scorpion, written by Nizim Ezekiel. And Nizim Ezekiel was born in 1924 and died in 2004. He was a renowned Indian poet, playwright, and critic, often called the father of modern Indian English poetry. നിസിം എസക്കിയിലെ പ്രശസ്തനായിട്ടുള്ള ഇന്ത്യൻ പോയറ്റാണ്, നാടകകൃത്താണ്, ക്രിറ്റിക്കാണ്. ക്രിറ്റിക് പറഞ്ഞെന്താണ്? നിരൂപകനാണ്. ആൻഡ് ഓഫൻ കോൾഡ് ദ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി. അദ്ദേഹം എന്ത് പേരിലും കൂടിയും അറിയപ്പെടുന്നുണ്ട്? മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയുടെ ഫാദറായിട്ടും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഹി ബിലോങ് ടു ദ ബനി ഇസ്രായേൽ ജൂയിഷ് കമ്മ്യൂണിറ്റി ഇൻ മുംബൈ. ബനി ഇസ്രായേൽ ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽ മുംബൈയിൽ താമസിക്കുന്ന, അതായത് ഇസ്രായേലിൽ നിന്ന് ജൂതൻ തന്നെ, ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച ആളാണ് അദ്ദേഹം. മുംബൈയിലായിരുന്നു അദ്ദേഹം ജനിച്ചതും വളർന്നതല്ല. ഹിസ് പോംസ് ആർ നോൺ ഫോർ ദയർ റിയലിസം, സിംപ്ലിസിറ്റി, ഐറണി ആൻഡ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്ത്യൻ ലൈഫ്. അദ്ദേഹത്തിൻ്റെ പോയംസ് അറിയപ്പെടുന്നത് തന്നെ അദ്ദേഹത്തിന് വളരെ റിയലിസം, എന്താണോ ഇവിടെ നടക്കുന്നത് അത് റിയലിസ്റ്റിക്കായിട്ട് അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ സിംപ്ലിസിറ്റി ഉണ്ടായിരിക്കും, അത് ഭയങ്കര ലളിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ. അതുപോലെ തന്നെ വൈരുദ്ധ്യാത്മകത കൊണ്ടുവരുന്നുണ്ട്. ഒരേ സമയം അതിൽ സൂപ്പർസ്റ്റിഷ്യസ് ആയ കാര്യങ്ങളും പറയുന്നുണ്ട്, എന്നാൽ റാഷണലിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ആൻഡ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്ത്യൻ ലൈഫ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ പോംസും ഇന്ത്യൻ ലൈഫ് എന്താണോ, ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരൻ്റെ ജീവിതം എന്താണോ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള റൈറ്റിംഗ്സ് ആണ് അദ്ദേഹത്തിൻ്റെ. ആൻഡ് സം ഓഫ് ഹിസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് ദ പാട്രിയോട്ട്, എന്റർപ്രൈസ്, ദ പ്രൊഫസർ ആൻഡ് നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയോൺ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള വർക്കുകളാണ് ഇതൊക്കെ. ആൻഡ് എസക്കിൽസ് പോയട്രി ഓഫൻ റിഫ്ലെക്ട്സ് തീംസ് ലൈക്ക് Indian culture, human emotions, faith versus reason, and the everyday struggles of common people. എസക്കിൽസ് പോയം ഓഫൺ റിഫ്ലെക്ട്സ്, എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ പോയം പ്രതിഫലിപ്പിക്കുന്ന ഒരു തീം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൾച്ചറാണ്, ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യക്കാരായ ആളുകളുടെ ഹ്യൂമൻ ഇമോഷൻസ് എന്തൊക്കെയാണ്, ഫെയ്ത്ത് വേഴ്സസ് റീസൺ. അറ്റ് ദ സെയിം ടൈം ഹി ടെൽസ് അബൌട്ട് ഫെയ്ത്ത്, വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് അതിനപ്പുറത്ത് അദ്ദേഹം റീസൺ ആയിട്ടുള്ള, അതിൻ്റെ ഓരോന്നിൻ്റെയും റീസൺ എന്താണ്, അല്ലെങ്കിൽ റാഷണലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് പറയുന്നുണ്ട്. ആൻഡ് എവറിഡേ സ്ട്രഗിൾസ് ഓഫ് കോമൺ പീപ്പിൾ, അതുപോലെ ഓരോ സാധാരണക്കാരായ ആളുകളുടെ എവറിഡേ ലൈഫിൽ ഉണ്ടാവുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി അദ്ദേഹം ഓരോ പോയിംസിലും അത് ചിത്രീകരിച്ചിട്ടുണ്ട്. Here it is the summary of the poem, Night of the Scorpion. The poem Night of the Scorpion describes a frightening but meaningful incident from the poet's childhood when his mother was stung by a scorpion. നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ഫ്രൈറ്റനിങ് ബട്ട് മീനിങ് ഫുൾ ഇൻസിഡൻറ്റ്, നമ്മളെ അദ്ദേഹത്തിനെ പേടിപ്പെടുത്തുകയും അതേസമയം അർത്ഥവത്തായിട്ടുള്ള ഒരു സംഭവമാണ്. ഫ്രം ദ പോയറ്റ് ചൈൽഡ്ഹുഡ്, പോയറ്റിൻ്റെ ചെറുപ്പകാലത്ത്, ബാല്യകാലത്ത് നടന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. വെൻ ഹിസ് മദർ വാസ് സ്റ്റങ് ബൈ എ സ്കോർപ്പിയോൺ, അദ്ദേഹത്തിൻ്റെ മദറിനെ ഒരു സ്കോർപ്പിയോണ് കുത്തിയപ്പോഴുള്ള ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. On a rainy night, the scorpion entered their house and stung her before disappearing into the dark. On a rainy night, ഒരു നല്ല മഴ, അതൊന്ന് 10 hours ആയിട്ടുള്ള മഴയായിരുന്നു. 10 മണിക്കൂർ നീണ്ടു നിന്ന മഴയായതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തൊരു സ്കോർപ്പിയോൺ ഒരു തേൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറുകയും ആ ഇരുട്ടത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയെ അത് കുത്തുകയും ചെയ്തു. പക്ഷെ അത് ആ ഇരുട്ടിൽ ഇരുട്ടിലേക്ക് തന്നെ അത് മറയുകയും ചെയ്തു. ആ മറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അമ്മയെ അത് കുത്തി. The villagers quickly gathered and tried various superstitious methods to cure her. അപ്പോൾ അത് ഇങ്ങനെ കുത്തി എന്നറിഞ്ഞപ്പോൾ, ഒരു സ്കോർപ്പിയോണ് അദ്ദേഹത്തിൻ്റെ അമ്മയെ കുത്തി എന്നറിഞ്ഞപ്പോൾ അവിടെയുള്ള വില്ലേജേഴ്സ് എല്ലാവരും പെസൻസ് ആണ്, ഫാമേഴ്സ് ആയിരുന്നു. അവരെല്ലാവരും അങ്ങോട്ട് ഓടി വരികയും ക്വിക്കലി ഗാതേർഡ് ദർ, അവരെല്ലാം അവിടെ പെട്ടെന്ന് തന്നെ തടിച്ചുകൂടി. ആൻഡ് ട്രൈഡ് വേരിയസ് സൂപ്പർസ്റ്റീഷ്യസ് മെത്തേഡ്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്നാൽ ഒരുപാട് അന്ധവിശ്വാസമുള്ള പല രീതികളും അവരുപയോഗിച്ചു. എന്തിനാണ്?
ടു ക്യൂർ അല്ലെങ്കിൽ ടു റെഡ്യൂസ് ദ പെയിൻ ഓഫ് ഹിസ് മദർ അല്ലെ, അദ്ദേഹത്തിൻ്റെ മദറിൻ്റെ പെയിൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ കാര്യങ്ങൾ ചെയ്തു. എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? ചാൻറ്റിങ് പ്രേയേഴ്സ്, കുറേ പ്രാർത്ഥിച്ചു അല്ലെ, ഒക്കെ ഇൻകാൻറ്റേഷൻസ് ആണ് അല്ലെ, കുറേ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. ആൻഡ് ബേണിങ് ഇൻസെൻസ് ആൻഡ് ഡ്രോയിങ് സർക്കിൾസ് ടു ട്രാപ്പ് ദ സ്കോർപ്പിയോൺസ് സ്പിരിറ്റ്. അവർ ഓരോ റൈറ്റ്സ് ഒക്കെ, ഓരോ ആചാരങ്ങൾ, പൂജാരികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പാരഫിൻ ഓയിൽ സ്കോർപ്പിയോൺ കുത്തിയെടുത്ത് ഒഴിക്കുകയും അതിൽ തീപ്പെട്ടി കൊണ്ട് കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഡ്രോയിങ് സർക്കിൾസ് ടു ട്രാപ്പ് ദ സ്കോർപ്പിയോൺ സ്പിരിറ്റ്, അതിനെ സ്കോർപ്പിയോണിൻ്റെ സ്പിരിറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സർക്കിളൊക്കെ, അതായത് അവരെ വിശ്വാസം സൂപ്പർസ്റ്റീഷ്യസ് ആയതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസപ്രകാരം എവ്രി മൂവ്മെൻറ്റ്, ഓരോ മൂവ്മെൻറ്റും, അതായത് കുത്തിയതിന് ശേഷം സ്കോർപ്പിയൻ ഉണ്ടാക്കുന്ന ഓരോ മൂവ്മെൻറ്റും അമ്മയുടെ ശരീരത്തിലേക്ക് അതിൻ്റെ പോയ്സൺ കയറി പോകാനാണ്, വളരെ വേഗത്തിൽ കയറി പോകുമെന്നാണ്. അപ്പോൾ വന്നവരെല്ലാവരും പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? അത് അനങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓരോരുത്തരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. The poet's father, who was a rationalist, tried scientific remedies like using herbs and powders, but nothing seemed to work. After many hours of pain, the poison finally lost its effect and the mother was relieved. ദ പോയറ്റ്സ് ഫാദർ ഹു വാസ് എ റാഷണലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു സ്കെപ്റ്റിക് ആയിരുന്നു, അല്ലെങ്കിൽ റാഷണലിസ്റ്റ് ആയിരുന്നു. എല്ലാത്തിനെയും സംശയത്തോടു കൂടി കാണുകയും ഒരു യുക്തിവാദി എന്ന് പറയാം. റാഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യുക്തിവാദിയാണ്. എല്ലാത്തിനും സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളായിരുന്നു. ആൻഡ് ട്രൈഡ് സയൻറ്റിഫിക് റെമഡീസ് ആൻഡ് ഓൾസോ സൂപ്പർസ്റ്റീഷ്യസ് തിങ്സ്. അതായത് സയൻറ്റിഫിക് റെമഡീസ് ഒക്കെ പ്രയോഗിച്ച് നോക്കി, കുറേ ഹെർബ്സ് ഉപയോഗിച്ച് നോക്കി, പൗഡേഴ്സ്, ബട്ട് നത്തിങ് സീം ടു വർക്ക് അല്ലെ. പാരഫിൻ ഓയിലും ചേർത്തു, എല്ലാം നോക്കുന്നുണ്ട്. തെറ്റായ കുറേ അഭിപ്രായങ്ങളും അദ്ദേഹം അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നത്തിങ് സീം ടു വർക്ക്, പക്ഷെ ഒന്നും തന്നെ വർക്കായില്ല. ആഫ്റ്റർ മെനി അവേഴ്സ് ഓഫ് പെയിൻ ദ പോയ്സൺ ഫൈനലി ലോസ്റ്റ് ഇറ്റ്സ് എഫക്റ്റ്. എന്തായാലും ഒരു 20 hours ഓഫ് വേദന ആർക്കുണ്ടായിരുന്നു? അമ്മയ്ക്കുണ്ടായിരുന്നു. ദ പോയ്സൺ ഫൈനലി ലോസ്റ്റ് ഇറ്റ്സ് എഫക്റ്റ്. എന്തായാലും അവസാനം ഒരു 20 മണിക്കൂറുകൾക്ക് ശേഷമാണ് അതിൻ്റെ വിഷം അതിൻ്റെ എഫക്റ്റ് നഷ്ടപ്പെട്ടത്. ആൻഡ് ദ മദർ വാസ് റിലീവ്ഡ്. അങ്ങനെ അതൊന്ന് ആ വിഷം ഇറങ്ങിയിട്ട് അമ്മയ്ക്ക് ആശ്വാസമായത് ഒരു 20 hours കഴിഞ്ഞിട്ടായിരുന്നു. ആൻഡ് ഡെസ്പൈറ്റ് ഹെർ സഫറിങ് ഷീ എക്സ്പ്രസ്ഡ് സെൽഫ്ലെസ് ലവ് ബൈ താങ്കിങ് ഗോഡ് ദാറ്റ് ദ സ്കോർപ്പിയോൺ ഹാഡ് ബിറ്റൻ ഹെർ ഇൻസ്റ്റെഡ് ഓഫ് ഹെർ ചിൽഡ്രൻ. ആൻഡ് ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് അവർ സഫർ ചെയ്തെങ്കിൽ പോലും ആ ഒരു സഫർ ചെയ്ത് തന്ന് ഒരു റിലീഫ് കിട്ടപ്പോൾ അവൾ എന്താണ് ചെയ്തത്? ആദ്യം ഷീ എക്സ്പ്രസ്ഡ് ഹെർ സെൽഫ്ലെസ് ലവ് ബൈ താങ്കിങ് ഗോഡ്. അവരുടെ സെൽഫ്ലെസ് ആയിട്ടുള്ള, സ്വന്തമല്ലാത്ത സ്നേഹം അല്ലേ, അവർ സ്വന്തമായിട്ടൊരു സ്നേഹപ്രകടനമല്ല അവിടെ, അല്ല, ഒരു തന്നോട് മാത്രമുള്ളൊരു സ്നേഹമല്ലായിരുന്നു അവരോട് ചെയ്തത് അല്ലെ. തന്നെ ഒന്ന് രക്ഷിച്ചതിനല്ല ദൈവത്തിനോട് നന്ദി പറയുന്നത്, തൻ്റെ മക്കളെ വിട്ടതിനാണ് അവർ ദൈവത്തിനോട് നന്ദി പറയുന്നത്. എന്നെ കുത്തിയതിന് നന്ദി, കൂടെ എന്താണ്, തൻ്റെ മക്കളെ കുത്താതെ വിട്ടതിനുമുള്ള നന്ദിയാണ് പറഞ്ഞത്. സെൽഫ്ലെസ് ലവ് ബൈ താങ്കിങ് ഗോഡ് ദാറ്റ് ദ സ്കോർപ്പിയോൺ ഹാഡ് ബിറ്റൻ ഹെർ ഇൻസ്റ്റെഡ് ഓഫ് ഹെർ ചിൽഡ്രൻ അല്ലേ. അത് തന്നെ കുത്തുകയും തൻ്റെ കുട്ടികളെ വെറുതെ വിടുകയും ചെയ്യുന്നതിനാണ് അവർ നന്ദി പറയുന്നത്. The poem contrasts superstition and rationalism, showing how both coexist in Indian society. It also highlights a mother's unconditional love and sacrifice. The poem contrasts, രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒരേ സമയം വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങൾ എങ്ങനെ നടന്നില്ലേ? സൂപ്പർസ്റ്റിഷ്യനും റാഷണലിസമും കൊണ്ട് സൂപ്പർസ്റ്റിഷ്യൻ സൊസൈറ്റിയെയും ഒരു റാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരാളെ കൂടി കൊണ്ടുവരുന്നുണ്ട് അല്ലേ. ദ പോയം കോൺട്രാസ്റ്റ് സൂപ്പർസ്റ്റിഷ്യൻ ആൻഡ് റാഷണലിസം, ഷോയിങ് ഹൗ ബോത്ത് കോ എക്സിസ്റ്റ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. എങ്ങനെയാണ് കാണിക്കുന്നത്? അത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് ഇന്ത്യൻ സൊസൈറ്റിയിൽ കൊണ്ടുപോകുന്നത്, എങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളതാണ്. ഭയങ്കര അന്ധവിശ്വാസമുണ്ട്, അതേസമയം റാഷണലിസം ഉണ്ട് അവിടെ. ഇറ്റ് ഓൾസോ ഹൈലൈറ്റ്സ് എ മദേഴ്സ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സാക്രിഫൈസ്. അതേപോലത്തെ ഈ പോയം എന്തും കൂടി ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഒരു അമ്മയുടെ അൺകണ്ടീഷണൽ ലവാണ്. അവൾക്ക് യാതൊരു കണ്ടീഷൻസും വേണ്ട തൻ്റെ മക്കളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ അൺകണ്ടീഷണൽ ആയിട്ടാണ് ഓരോ അമ്മമാരും അവരുടെ മക്കളെ സ്നേഹിക്കുകയും അതിനു വേണ്ടി അവർ സാക്രിഫൈസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അതും കൂടി ഇവിടെ ഈ ഒരു കവിതയിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റത്തെ ശരിക്കും അൺകണ്ടീഷണൽ ലവ് തന്നെയാണ്, രണ്ടാമതാണ് സൂപ്പർസ്റ്റിഷ്യനും റാഷണലിസ്റ്റും ഒക്കെ വരുന്നത്.